الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدئ الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اتقوا الله عباد الله. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, ലോകത്തിൻ്റെ നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ജീവിതത്തിൽ നാം അനുഷ്ഠിക്കുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മരണസമയത്ത് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെടുന്ന യഥാർത്ഥ മുവഹിദീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സ്വർഗത്തിലേക്ക് മനുഷ്യരിൽ അവസാനം പ്രവേശിക്കുന്ന ആളുകളെ കുറിച്ച്
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സുദീർഘമായ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹു നമ്മെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നും അള്ളാഹുവിൻ്റെ നിഅമത്ത് എത്രത്തോളമുണ്ട് എന്നും മനസ്സിലാക്കാൻ ഈ ഒറ്റ ഹദീസ് മാത്രം മതി. ഈമാനുള്ള, തൗഹീദുള്ള, യഥാർത്ഥ മുഅ്മിനായ മുവഹിദായ ആളുകളെ സംബന്ധിച്ചിടത്തോളം കേട്ടാൽ സന്തോഷം തോന്നുന്ന ഒരു ഹദീസാണത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സഹാബത്തിന് ഒരിക്കൽ വിശദീകരിച്ചു കൊടുക്കുന്നതായിട്ട് കാണാം. യബ്ഖാ റജുലുൻ ബൈനൽ ജന്നതി വന്നാർ. നാളെ നരകത്തിനും സ്വർഗത്തിനുമിടയിൽ ഒരാൾ ബാക്കിയാകും. അയാളെ കുറിച്ച് പറയുന്നത് വഹുവ ആഖിറു അഹ്ലുൻ നാരി ദുഖൂലൽ ജന്ന. അയാൾ നരകത്തിൻ്റെ അവകാശിയാണ്. പക്ഷേ നരകശിക്ഷകളെല്ലാം കഴിഞ്ഞ് അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വ്യക്തിയായിരിക്കും സ്വർഗത്തിനും നരകത്തിനുമിടയിൽ ബാക്കിയാകുന്നത്. നമുക്കറിയാം, സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യ. ജീവിതമോ മരണമോ ഇല്ലാത്ത നരകതുല്യമായ ജീവിതമായിരിക്കും നരകത്തിലേത്. വലാ തുബ്ഖി വലാ തദർ. ആ നരകത്തിലേക്ക് എന്തെങ്കിലും ഒരു വസ്തു ഇട്ടാൽ അത് ബാക്കിയാക്കാത്ത വിധം ലവ്വാഹത്തുൽ ലിൽ ബശർ, മനുഷ്യന്റെ തൊലികളെ കരിച്ചു കളയുമാറ് കാഠിന്യമുള്ള തീയാണ്. ദുനിയാവിലെ തീയിനേക്കാൾ 60-70 ഇരട്ടി കാഠിന്യമുള്ള തീയാണ്. ആ കഠിനകഠോരമായ ശിക്ഷകൾ കഴിഞ്ഞ് നരകത്തിന്റെ തിരമാലകളിൽ വീണും മറിഞ്ഞും വീർപ്പുമുട്ടിയും വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് നരകത്തിൽ നിന്ന് ആ മനുഷ്യൻ പുറത്തു കടന്നത്. മുഖ്ബിലുൻ ബിവജ്ഹിഹി ഖിബ്ലൻ നഹാർ ഖിബ്ലൻ നാർ. നരകത്തിലേക്ക് ആ മനുഷ്യൻ അങ്ങനെ തിരിഞ്ഞു നിൽക്കാം. അദ്ദേഹത്തിന്റെ പുറകിൽ സ്വർഗമുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ഈ ബാക്കിയാകുന്ന മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുന്നു. ഫയഖൂൽ, ആ മനുഷ്യൻ അങ്ങ് പറയുന്നുണ്ട്, യാ റബ്ബി ഇസ്രിഫ് വജ്ഹി അനിന്നാർ. അല്ലാഹുവേ, എൻ്റെ മുഖം നരകത്തിൻ്റെ ഭാഗത്ത് നിന്നൊന്ന് തിരിച്ചു നിർത്തണേ. നരകശിക്ഷ കഴിഞ്ഞുവെന്ന വ്യക്തിയാണ്. അതിലെ ശിക്ഷ എന്താണെന്ന് ആ മനുഷ്യൻ അനുഭവിച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ ശിക്ഷ ആസ്വദിച്ചിട്ടുണ്ട്. എന്നിട്ട് റബ്ബിനോട് പറയുന്നത് ഉസ്രിഫ് വജ്ഹി അനിന്നാർ. ആ നരകത്തിന്റെ ഭാഗത്ത് നിന്നെൻ്റെ മുഖമൊന്ന് തിരിക്കണം. യാ റബ്ബി ഖദ് ഖശബനി റീഹുഹാ. നരകത്തിലെ കാറ്റ് എന്നെ നശിപ്പിച്ചിരിക്കുന്നു റബ്ബേ. എൻ്റെ ശരീരത്തിൽ വിഷം പുരട്ടിയിട്ടുണ്ട് റബ്ബേ. വഅഹ്റഖനി ദകാഉആ. അതിൻ്റെ ചൂട് എന്നെ കരിച്ചു കളയുന്നു റബ്ബേ. ആ മനുഷ്യന് റബ്ബിനോട് ഈ കാര്യങ്ങളൊക്കെ പറയാണ്. ആ നരകത്തിന്റെ ഭാഗത്ത് നിന്നൊന്ന് തിരിച്ചു നിർത്തണം, അതേ ആഗ്രഹമുള്ളൂ. നരകത്തെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നരകശിക്ഷ കഴിഞ്ഞു വന്ന ഒരു വ്യക്തി സ്വർഗത്തിനും നരകത്തിനും ഇടയിൽ ബാക്കിയാകുമ്പോ അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഉസ്രിഫ് വജ്ഹി അനിന്നാർ. ഒന്ന് തിരിക്കോ, ഒന്ന് തിരിക്കോ റബ്ബേ ഈ ഭാഗത്ത് നിന്ന്. അപ്പൊ ഫയഖൂലുല്ലാഹു, അല്ലാഹു ആ മനുഷ്യനോട് പറയുന്നുണ്ട്, ഹൽ അസൈത ഇൻ ഫഅല ദാലിക ബിഅൻ തസ്അലക ഗൈറ ദാലിക്. നീ ചോദിച്ചത് ഞാൻ നിനക്ക് നൽകിയാൽ, നിന്റെ മുഖത്തെ നരകത്തിൽ നിന്ന് ഞാൻ മാറ്റി നിർത്തിയാൽ നീ പിന്നെ എന്തെങ്കിലും എന്നോട് ചോദിക്കുമോ? ആ മനുഷ്യൻ പറയും, ലാ വഇസ്സതിക ലാ അസ്അലുക ഗൈറഹു. അല്ലാഹുവേ, നിന്റെ പ്രതാപം തന്നെയാണ് സത്യം, ഞാൻ ഒന്നും നിന്നോട് ചോദിക്കുകയില്ല.
അപ്പൊ മനുഷ്യന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ആ നരകത്തിൽ നിന്നൊന്ന് മാറ്റി നിർത്തണം, അത്രേ ഉള്ളൂ. അള്ളാഹ് ചോദിക്കുന്നുണ്ട്, ഇത് ഞാൻ നിനക്ക് ഒരുക്കി തന്നാൽ, നിന്റെ മുഖത്തെ നരകത്തിന്റെ ഭാഗത്ത് നിന്ന് മാറ്റിത്തന്നാൽ നീ വേറെ എന്തെങ്കിലും എന്നോട് ചോദിക്കുമോ? ഇല്ല റബ്ബേ, ഞാൻ ഒന്നും ചോദിക്കൂല. അങ്ങനെ ഫയസ്രിഫു വജ്ഹഹു അനിന്നാർ, അള്ളാഹു ആ മനുഷ്യന്റെ മുഖത്തെ നരകത്തിന്റെ ഭാഗത്ത് നിന്ന് സ്വർഗത്തിന്റെ ഭാഗത്തേക്ക് അങ്ങ് തിരിച്ചു നിർത്തുകയാണ്. فإذا أقبل به على الجنة رها بهجتها, സ്വർഗത്തിന്റെ ഭാഗത്തേക്ക് ആ മനുഷ്യൻ തിരിയുമ്പോൾ സ്വർഗത്തിന്റെ ഭംഗി കണ്ട് കണ്ണങ്ങ് തള്ളിപ്പോവുകയാണ്. അവൻ അത്ഭുതപ്പെട്ട് പോവുകയാണ്. ഇതുവരെ കാണാത്ത സ്വർഗം അങ്ങ് കണ്ടപ്പോൾ അദ്ദേഹം അന്താളിച്ചു പോവുകയാ. ആ നരകത്തിന്റെ ഭാഗത്ത് നിന്നൊന്ന് എന്നെ മാറ്റിത്തരണമെന്ന് റബ്ബ് പറഞ്ഞപ്പോ റബ്ബ് സ്വർഗത്തിന്റെ ഭാഗത്തേക്ക് അദ്ദേഹത്തെ തിരിച്ചു നിർത്തുകയാ. അത്ഭുതപ്പെട്ടു. അനുഗ്രഹങ്ങളുടെ കലവറയായ സ്വർഗം കണ്ട അദ്ദേഹം അത്ഭുതപ്പെട്ടു. എന്താ സ്വർഗത്തിന്റെ പ്രത്യേകത എന്നറിയോ? മാല ഐനുൻ റഅത്, ഇന്നൊരു ലോകത്തൊരു കണ്ണും കണ്ടിട്ടില്ലാത്ത, വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും ഇന്നവരെ കേട്ടിട്ടില്ലാത്ത, വലാ ഖത്തറ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യന്റെ ഭാവനയിൽ പോലും ഇന്നവരെ ചിന്തിച്ചിട്ടില്ലാത്ത അനുഗ്രഹമാണ് സ്വർഗം. ഇന്നെത്ര കലാകാരന്മാരുണ്ട്. ഇത് സ്വർഗമാണെന്ന് പറഞ്ഞ് ആരെങ്കിലും വർണ്ണിക്കുന്നുണ്ടെങ്കിൽ, അതിലെങ്കിൽ വരയ്ക്കുന്നുണ്ടെങ്കിൽ അതൊന്നും സ്വർഗല്ല. ആരും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, മനുഷ്യന്റെ ഭാവനയിൽ ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത അനുഗ്രഹങ്ങളുടെ കലവറയാണ്, പൂന്തോട്ടമാണ് സ്വർഗമെന്ന് പറയുന്നത്. ആ മനുഷ്യൻ എങ്ങനെ സൈലന്റായി പോയി, മിണ്ടാതിരിക്കും ആ സ്വർഗത്തെ കാണുമ്പോൾ. എന്നിട്ട് സഹോദരങ്ങളെ, ആ മനുഷ്യൻ റബ്ബിനോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, യാ റബ്ബി ഖർരിബ്നി ഇലാ ബാബിൽ ജന്ന, എന്നെ ആ കാണുന്ന സ്വർഗത്തിന്റെ വാതിലിന്റെ അടുത്തേക്കൊന്ന് കൊണ്ടുപോകുമോ റബ്ബേ? ആ മനുഷ്യൻ ആദ്യം റബ്ബിനോട് ചോദിച്ചത് നരകത്തിന്റെ ഭാഗത്ത് നിന്നെന്റെ മുഖത്തെ ഒന്നും മാറ്റിത്തരണേ എന്നായിരുന്നു. അതല്ലാതെ റബ്ബേ നിന്നോട് ഞാൻ ഒന്നും ചോദിക്കുകയില്ല എന്ന കരാറും ആ മനുഷ്യൻ വെച്ചിരുന്നു. പക്ഷെ ആ സ്വർഗമങ്ങ് കണ്ടപ്പോ അദ്ദേഹം അള്ളാഹുവിനോട് ചെയ്ത കരാറങ്ങ് ലംഘിച്ചു പോവുകയാണ്. ഖർരിബ്നി ഇലാ ബാബിൽ ജന്ന, ആ സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് എന്നെ അടുപ്പിക്കുമോ റബ്ബേ? ഫയഖൂലുല്ലാഹു ലഹു, അല്ലാഹു ആ മനുഷ്യനോട് പറയുന്നുണ്ട്, അലൈസ ഖദ് സഅംത അല്ലാ തസ്അൽനി ഗൈറുഹു, നീ ഞാനുമായി ഒരു കരാർ ചെയ്തവനല്ലേ, ഇനിയൊന്നും നീ ചോദിക്കുകയില്ല എന്ന് പറഞ്ഞവനല്ലേ? ആ മനുഷ്യൻ എൻ്റെ മുഖത്ത് നരകത്തിൽ നിന്നും തിരിച്ചു തരുമെന്ന് മാത്രം ചോദിച്ചിട്ടുള്ളൂ, വേറൊന്നും ചോദിക്കൂല എന്ന് പറഞ്ഞതേനോ. അള്ളാഹ് തിരിച്ചു കൊടുത്തു. അപ്പൊ ആ തിരിച്ചു കൊടുത്ത സമയത്ത് സ്വർഗം കണ്ടു. സ്വർഗം കണ്ടപ്പോ ആ മനുഷ്യൻ വാക്ക് ലംഘിക്കുകയാണ്, റബ്ബേ എന്റെ കവാടത്തിലേക്ക്, ആ സ്വർഗത്തിന്റെ ബാബിലേക്ക് ഒന്ന് അടുപ്പിക്കുമോ? യാ റബ്ബി ലാ അകൂനു അഷ്ഖാ ഖൽഖിക, നിന്റെ അടിമകളിൽ ഏറ്റവും നിർഭാഗ്യവാനായി എന്നെ നീ കാണരുത് റബ്ബേ, എന്നെ ആ കവാടത്തിലേക്ക് ഒന്ന് അടുപ്പിക്കുമോ? ആ മനുഷ്യന്റെ അടുത്ത ആഗ്രഹം. ഇതാരെക്കുറിച്ചാ പറയുന്നതെന്നറിയോ? അവസാനമായി ശിക്ഷ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തിയെ കുറിച്ച്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ആ മനുഷ്യനോട് പറയുന്നുണ്ട്, ലഅല്ലി ഇൻ അഅതൈതുക ദാലിക തസ്അൽനി ഗൈറഹു, ഇത് ഞാൻ ചെയ്തു തന്നാൽ മറ്റെന്തെങ്കിലും നീ എന്നോട് ചോദിക്കോ? ഇനി നീ വാക്ക് ലംഘിക്കുമോ? അദ്ദേഹം എപ്പോഴും പറയും, ഫയഖൂലു ലാ വഇസ്സതുക ലാ അസ്അലുക ഗൈറഹു, ഒന്നും ചോദിക്കൂല റബ്ബേ, ഒന്നും ആവശ്യപ്പെടുകയില്ല, എന്നെ സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് ഒന്ന് എത്തിച്ചു തന്നാൽ മാത്രം മതി. ആ സമയത്ത് ഫയുഖർരിബുഹു ഇലാ ബാബിൽ ജന്ന, ആ മനുഷ്യന്റെ ആഗ്രഹപ്രകാരം ആ മനുഷ്യനെ സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് അല്ലാഹു അടുപ്പിക്കുകയാണ്. ഫഇദാ ബലഗ ബാബഹാ
ഫറആ സഹ്റതഹാ വമാ ഫീആ മിനൻ നദ്റതി വസ്സുറൂർ. സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ കാഴ്ചകൾ കണ്ട് അതിൻ്റെ അനുഗ്രഹങ്ങൾ കണ്ട് ആ മനുഷ്യൻ സന്തോഷിക്കുകയാണ്, ആഹ്ലാദിക്കുകയാണ്, ആനന്ദിക്കുകയാണ്. അത് നേരത്തെ പറഞ്ഞത് മാല ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖത്തറ അലാ ഖൽബി ബശരിൻ. ഒരു കണ്ണും കാണാത്ത, കാതും കേൾക്കാത്ത, മനസ്സും ചിന്തിക്കാത്ത ആ സ്വർഗം കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ പോലെ തന്നെ ഫയസ്കുതു മാ ഷാ അല്ലാഹു അൻ യസ്കുത്, അദ്ദേഹം മൗനം അവലംബിച്ചു, ഒന്നും മിണ്ടിയില്ല. ഇനി സഹോദരങ്ങളെ, ആ മനുഷ്യൻ വീണ്ടും വാക്ക് ലംഘിക്കുകയാണ്. അള്ളാഹുവോട് പറയുന്നുണ്ട്, യാ റബ്ബി അദ്ഖിൽനി ഇലൽ ജന്ന, എന്നെ ഈ സ്വർഗത്തിലേക്കൊന്ന് പ്രവേശിപ്പിക്കുമോ റബ്ബേ. ക്ഷമിക്കാൻ കഴിയുന്നില്ല. നരകത്തിൽ നിന്നൊന്ന് മാറ്റിത്തരുമോ എന്ന് ചോദിച്ചു. അള്ളാഹ് മാറ്റിക്കൊടുത്തു. സ്വർഗം കണ്ടു. ഇനി ഒന്നും ചോദിക്കൂല. എന്ന റബ്ബേ, കവാടത്തിലേക്ക് എന്നെ എത്തിച്ചു നൽകുമോ? അതല്ലാഹ് സാധിപ്പിച്ചു കൊടുത്തു. അവിടെ എത്തിയപ്പോ വീണ്ടും വാക്ക് ലംഘിക്കുന്നു. യാ റബ്ബി അദ്ഖിൽനി ഇലൽ ജന്ന, എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമോ? അപ്പൊ അള്ളാഹ് പറയും, വൈഹക് യാ ഇബ്ന ആദം മാ അഖ്ദറക്, ഇബ്നു ആദം, നിനക്ക് നാശം. നീ എത്ര വഞ്ചകനാണ്, നീ എത്രമാത്രം വലിയ കരാറാണ് ഞാനുമായി ചെയ്തിരുന്നത്. അലൈസ ഖദ് അഅതൈതൽ ഉഊദ വൽ മീസാഖ അല്ലാ തസ്അലനി ഗൈറഹു, നീ കരാർ ചെയ്തവനല്ലേ, അത് കഴിഞ്ഞാൽ നീ എന്നോട് ഒന്നും ആവശ്യപ്പെടില്ല എന്ന് പറഞ്ഞവനല്ലേ. അപ്പൊ ആ മനുഷ്യ റബ്ബിനോട് പറയും, യാ റബ്ബി ലാ തജ്അൽനി അഷ്കാ ഖൽഖിക്, നിന്റെ അടിമകളിൽ എന്നെ നീ മോശമാക്കല്ലേ, ഭാഗ്യമില്ലാത്തവനാക്കല്ല റബ്ബേ. എന്റെ ആഗ്രഹം നീ സാധിപ്പിച്ചു തരണം, ആ സ്വർഗത്തിലേക്കൊന്ന് പ്രവേശിപ്പിച്ചു തരണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല ഫയദ്ഹഖുല്ലാഹു അസ്സ വജല്ല, അല്ലാഹു ചിരിച്ചു പോവുകയാണ്. സുമ്മ യഅ്ദനു ലഹു ദുഖൂലൽ ജന്ന, പിന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അല്ലാഹു അനുമതി കൊടുക്കുകയാണ്. പ്രവേശിപ്പിക്കും മുമ്പ് അല്ലാഹു അയാളോട് പറയും, തമന്ന, നീ ആഗ്രഹിച്ചു കൊള്ളുക. ഫയതമന്ന ഹത്താ തൻഖതിഅ ഉംനിയതഹു, അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചു. ഖാല അല്ലാഹു അസ്സ വജല്ല മിൻ കിദാ വകദാ, അല്ലാഹു അവരോട് വീണ്ടും പറയുന്നുണ്ട്, ഇന്നതൊക്കെ വേണ്ടേ, അത് വേണ്ടേ, ഇത് വേണ്ട, ആഗ്രഹിച്ചു കൊള്ളുക. ആ മനുഷ്യൻ അതും ആഗ്രഹിക്കും. എന്നിട്ട് അവസാനം റബ്ബ മനുഷ്യനോട് പറയും, ഹാദാ ലക് വമിസ്ലഹു മഅഹു, ഞാൻ പറഞ്ഞതിന് ശേഷം നിന്റെ മനസ്സിൽ എന്തൊക്കെ ആഗ്രഹങ്ങളാണ് വന്നത്, അതും അതിന്റെ 10 ഇരട്ടിയും നിനക്കുണ്ട്. എവിടെ? ഫിൽ ജന്ന, സ്വർഗത്തിൽ. അങ്ങനെ ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലായിടത്തും ആളുകൾ നിറഞ്ഞു കവിഞ്ഞതായ മനുഷ്യൻ കാണും, സ്ഥലമില്ല. ആ മനുഷ്യൻ റബ്ബിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറയുന്നുണ്ട്, യാ റബ്ബി അഖദന്നാസു മനാസിലഹും, സ്ഥാനങ്ങൾ ഓരോരുത്തരും എടുത്തു കഴിഞ്ഞു റബ്ബേ. വജതതുഹാ മലിആ, അത് നിറഞ്ഞതായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനി സ്വർഗത്തിൽ സ്ഥലമില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് റബ്ബിനോട് ആവലാതി മനുഷ്യൻ പറയുകയാണ്. സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അഖദന്നാസു മനാസിലഹും, ഓരോരുത്തരും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അല്ലാഹ് പറയും, ഇദ്ഹബ് ഫദ്ഖുലിൽ ജന്ന, നീ പോ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂ. ആ മനുഷ്യൻ വീണ്ടും പോവും. അതേപോലെ നിറഞ്ഞു കവിഞ്ഞതായിട്ട് കാണാൻ പറ്റും. വീണ്ടും റബ്ബിനോട് വന്ന് പറയാണ്, റബ്ബേ, അത് നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല മൂന്നാമതായി പറഞ്ഞേക്കും, ഇദ്ഹബ് ഫദ്ഖുലിൽ ജന്ന, ആ മനുഷ്യൻ മൂന്നാമതായി പോവും. അപ്പോഴും അതേ അവസ്ഥയാണ്. എന്നിട്ട് തിരിച്ചു വന്ന് റബ്ബിനോട് പറയുന്നുണ്ട്, യാ റബ്ബി അൻത മാലിക്, നീ രാജാവാണ്. മാലിക്കുൽ മുലൂക്, രാജാക്കന്മാരുടെ രാജാവാണ്. അതസ്ഖറു ബി ഔ തദ്ഹകു ബി, ഈ പാവം നിന്റെ അടിമയായ എന്നെ നീ പരിഹസിക്കുകയാണോ? അപ്പോ ഫയദ്ഹഖുല്ലാഹു ലഹു, അല്ലാഹ് വീണ്ടും ചിരിച്ചു പോവുകയാ. എന്നിട്ട് സഹോദരങ്ങളെ, ആ മനുഷ്യനോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഖാലല്ലാഹു ഫഇദാ ലക മിസ്ല ദുനിയാ വഅശറത അംസാലിഹാ, നിനക്ക് ഇതും അതുപോലെ തന്നെ ദുനിയാവിന്റെ 10 ഇരട്ടിയും അനുഗ്രഹങ്ങളുണ്ട് നീ സ്വർഗത്തിൽ. ഈ വാക്ക് പറഞ്ഞപ്പോ ഇബ്നു മസ്ഊദ് പറയാണ്, സഹാബത്തിന്റെ റസൂൽ ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുകയാണ്,
പ്രവാചകന്റെ അണപ്പല്ല് കാണുമാർ പ്രവാചകൻ ചിരിച്ചുപോയി. ഏതാ മനുഷ്യൻ 3 പ്രാവശ്യം സ്വർഗത്തിലേക്ക് പോയി വന്ന് പറയാണ് റബ്ബിനോട് നിറഞ്ഞിട്ടുണ്ട്. അള്ളാഹ് പറയും ലാ അദ്ഖുലുൽ ജന്ന. അതിന്റെ കൂടെ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു ഓഫർ എന്താണെന്നറിയോ? ഫഇന്ന ദാലിക മിസ്ല ദുനിയാ വഅശറത അംസാലിഹാ. ഈ ദുനിയാവിന്റെ 10 ഇരട്ടി നിനക്ക് സ്വർഗത്തിലുണ്ട്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നോക്കൂ നിങ്ങൾ, ഇന്ന് ഈ ദുനിയാവിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ്, ഭൂമിയുടെ സൃഷ്ടിപ്പ്, അതുപോലെ തന്നെ അതിലുള്ള ഓരോ ഗ്രഹങ്ങള്, നക്ഷത്രങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, ഗാലക്സി കൂട്ടങ്ങൾ, അതിലുപരി ഓരോ മരങ്ങളും കാടുകളും പുഴകളും നദികളും കടലുകളും, മനുഷ്യന്റെ ജീവിതം, അതുപോലെ തന്നെ ജന്തുജാലങ്ങൾ. എത്ര അനുഗ്രഹങ്ങളാ! ഇന്നത്തെ ഫെസിലിറ്റി കാണണമെങ്കിൽ ഒരു 7 സ്റ്റാർ ഹോട്ടലിലോ അതല്ലെങ്കിൽ ഫ്ലൈറ്റിലോ അതല്ലെങ്കിൽ കപ്പലിലോ ഒക്കെ കയറി കഴിഞ്ഞാൽ ഇന്ന് ഈ ദുനിയാവിന്റെ ഏറ്റവും വലിയ ആഡംബരം കാണാൻ പറ്റും. ഇന്ന് എത്ര ആഡംബര ഹോട്ടലുകളും കപ്പലുകളും അതുപോലെ തന്നെ ബിൽഡിങ്ങുകളുമാണ് മനുഷ്യർ കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. ഭൂമിയുടെ ഓരോ രാജ്യങ്ങളും സ്വർഗതുല്യമായ രാജ്യമാണെന്ന് വിശേഷിപ്പിക്കുന്നു. ആ ദുനിയാവ് നിങ്ങൾ എത്ര ഉണ്ട് നോക്കി. അത് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ 1% മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞതെല്ലാം അള്ളാഹുവിന്റെ നിഅമത്തിന്റെ 1% മാത്രമേ ഉള്ളൂ. അതാണ് ഖുത്ബയുടെ തുടക്കത്തിൽ പറഞ്ഞത്. അള്ളാഹുവിന്റെ നിഅമത്ത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഈ ഒറ്റ ഹദീസ് മാത്രം മതി. ഇത് കണ്ട് തന്നെ നമ്മൾ അത്ഭുതപ്പെടുന്നുണ്ട്. ദുനിയാവ് ഇതിന്റെ അശറത്തു അംസാലിഹ, 10 ഇരട്ടി നാളെ സ്വർഗത്തിലുണ്ട് എന്ന് ആരോടോ പറയുന്നതെന്നറിയോ? അവസാനം ശിക്ഷ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തിയോട് പറയാ ദുനിയാവും 10 ഇരട്ടി ഉണ്ട് എന്ന്. അപ്പൊ ആദ്യമൊക്കെ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾക്ക് എത്ര അനുഗ്രഹങ്ങൾ ഉണ്ടാകും നിങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാനായിരിക്കണം നമ്മുടെ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത്. അവസാനമെങ്കിലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിലേക്ക് അവസാനം പ്രവേശിക്കുന്ന വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി നമ്മൾ അറിയേണ്ടത് ആ വ്യക്തി ആരാണ് എന്നുള്ളതാണ്. ഇപ്പൊ മനുഷ്യരിൽ കുല്ലു ബനി ആദമ ഖത്താഊൻ, മനുഷ്യൻ ആദം സന്തതികൾ തെറ്റ് ചെയ്യുന്ന ആളുകളാണ്. ആ തെറ്റ് ഏറ്റവും വലിയ പാപമെന്ന് പഠിപ്പിച്ചത് അശ്ശിർക്കു ബില്ലാ, അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളതാണ്. ആ തെറ്റല്ലാത്ത മറ്റു പ്രവർത്തനങ്ങൾ, തിന്മകൾ അവന്റെ ജീവിതത്തിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ പശ്ചാത്തപിച്ച് മടങ്ങാൻ അള്ളാഹു അവസരം കൊടുക്കുന്നുണ്ട്. എന്നിട്ടും അറിയാതൊക്കെ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഒരാൾ വ്യഭിചരിച്ചു, പലിശ ഭുജിച്ചു, കള്ള് കുടിച്ചു, ശിർക്കല്ലാത്ത എന്ത് തിന്മ ചെയ്തോ അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. ഒരു പക്ഷെ അതിന് ശിക്ഷ ആസ്വദിപ്പിച്ചിട്ടെങ്കിലും അവസാനം ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. അവിടെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, അവൻ യഥാർത്ഥ മുവഹിദാകണം, യഥാർത്ഥ ഈമാനുള്ളവനാകണം. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വകാന ഫീ ഖൽബിഹി വസ്നു ദർറത്തിൻ മിൻ ഖൈർ മാ യുസിൽ മിൻ ഖൈരിൻ ദർറ. ഒരു ഉറുമ്പിനോളം, അതല്ലെങ്കിൽ ഉറുമ്പിന്റെ കാൽപാദത്തോളം, അതല്ലെങ്കിൽ ഒരു അണുമണി തൂക്കം ഈമാനുള്ള ആളുകളായിരിക്കും അവിടെ രക്ഷപ്പെടുക. എന്താണ് സഹോദരങ്ങളാ ഈമാൻ എന്ന് പറഞ്ഞെന്നറിയോ? ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഉൻ നാർ. അല്ലാഹുവിൽ യാതൊന്നിനെയും നമുക്ക് പങ്കു ചേർക്കാൻ പാടില്ല. അങ്ങനെ പങ്കു ചേർത്ത് ഒരാൾ ശിർക്ക് ചെയ്താൽ, മുശ്രിക്കായാൽ, ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ആ മനുഷ്യൻ കണ്ട ആ സ്വർഗമില്ലേ, ആ സമയത്ത് കാണുന്ന സ്വർഗം അത് ഹറാമാകും. അവന്റെ വാസസ്ഥലം നരകമായിരിക്കും. ഒരു ഹദീസിലൂടെ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നില്ലേ, മൻ കാന ആഖിറു കലാമുഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന.
ആരുടെയെങ്കിലും അവസാന കലാമ് ലാ ഇലാഹ ഇല്ലല്ലാഹയാണെങ്കിൽ അവന് സ്വർഗത്തിൽ പ്രവേശിക്കും. മരിക്കുന്നതിന് മുമ്പേയുള്ള അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാകണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അത് പറയുന്നത് യഥാർത്ഥ വിശ്വാസിയായിരിക്കും. വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകൾക്ക് പറയാൻ പറ്റൂല ലാ ഇല്ല ഇലാഹ്, ഒരു ഇലാഹുല്ല ഇല്ലല്ലാഹ് അല്ലല്ലാതെ. എന്നാൽ അള്ളാഹുവിന് പുറമെ ഇന്ന് ആരാധ്യന്മാരെ സ്വീകരിക്കുന്നവരുണ്ട്, അവരോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, അവരുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നവരുണ്ട്, അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നവരുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, വമാ യുഅ്മിനു അക്സറഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അധികം ആളുകളും അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ വിശ്വസിക്കുന്നില്ല. പേര് നാസറായിരിക്കും, മുഹമ്മദ് ആയിരിക്കും, ഇല്യാസ് ആയിരിക്കും, മുസ്ലിം നാമമായിരിക്കും, ഞാൻ മുസ്ലിമാണ് മുഅ്മിനാണെന്ന് പറയും. പക്ഷേ അവൻ ജാറത്തിൽ പോകുന്നവനായിരിക്കും, അവൻ ഏലസിൽ ബരമേൽപ്പിക്കുന്നവനായിരിക്കും, ദർഗകൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്യുന്നവനായിരിക്കും, അല്ലാഹു അല്ലാത്ത മഹാന്മാരെ പ്രവാചകന്മാരെ വിളിച്ച് സഹായം ചോദിക്കുന്നവരായിരിക്കും, അവരുടെ പേരിൽ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നവരായിരിക്കും. അശ്ശിർക്കു ബില്ലാഹ്, ആ ശിർക്കെങ്ങാനും നിങ്ങളിൽ സംഭവിച്ചു പോയാൽ ആ നരകം അവന് ശാശ്വതമായിരിക്കും. ആ ശിർക്ക് വന്നിട്ടില്ലെങ്കിൽ ശ്രദ്ധിക്കണം, ആ ശിർക്കെങ്ങാനും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല എങ്കിൽ അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ നമ്മൾ സ്തുതിച്ചോളൂ സഹോദരങ്ങളെ. ആ ശിക്ഷ ആസ്വദിപ്പിച്ചിട്ടെങ്കിലും അവസാനമെങ്കിലും അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമാകും. അവിടെയുള്ള ഒരു കണ്ടീഷൻ, അവൻ മുവഹിദാകണം. ഒരു ഹദീസും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നുണ്ട് സ്വഹാബത്തിന്, ഇന്ന ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബത്തുൻ. ലോകത്ത് കഴിഞ്ഞുപോയ ഓരോ പ്രവാചകന്മാർക്കും ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥന അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ആ പ്രാർത്ഥന അവർ പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം നൽകുമെന്നത് 100% ഉറപ്പാണ് എന്ന് റസൂല് പറയാ. ഫതഅജ്ജല കുല്ലു നബിയിൻ ദഅവതഹു. ഓരോ പ്രവാചകന്മാരും ആ പ്രാർത്ഥന ഈ ദുനിയാവിൽ വെച്ച് തന്നെ വിനിയോഗിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കുട്ടികളില്ലാതെ വിഷമിച്ചു, ആ പ്രാർത്ഥന വിനിയോഗിച്ചു റബ്ബ് കുട്ടിയെ കൊടുത്തു. അയ്യൂബ് നബി അലൈഹിസ്സലാം രോഗമുണ്ടായി, സമ്പത്ത് നശിച്ചു, പ്രതിസന്ധി നേരിട്ടു, പ്രാർത്ഥിച്ചു, രോഗം മാറിക്കിട്ടി. യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ടു, അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, രക്ഷപ്പെടുത്തി. അങ്ങനെ ഓരോ പ്രവാചകന്മാരും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത എല്ലാ പ്രവാചകന്മാരും അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ആ പ്രാർത്ഥന ഈ ദുനിയാവിൽ വെച്ച് വിനിയോഗിച്ചു. പക്ഷേ വഇന്നി ഇഖ്തബഅതു ദഅവതി ഇലാ യൗമിൽ ഖിയാമ. ആ പ്രയോഗം നോക്കൂ നിങ്ങൾ, ഇഖ്തബഅതു, ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു, എന്റെ പ്രാർത്ഥനയെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നു. പ്രവാചകന് നമ്മളോടുള്ള സ്നേഹം നോക്കൂ നിങ്ങൾ. നമുക്കൊക്കെ അങ്ങനത്തെ ഒരു ഓഫർ അവ തരികയാണ്. ഒരു പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചോളെ, അതിന് ശക്തമായിട്ടും നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും. നമ്മൾ എന്താ പ്രാർത്ഥിക്കുക? അള്ളാഹു എനിക്കൊരു വീട് നൽകണം, ഒരു വാഹനം നൽകണം, എനിക്ക് സമ്പത്ത് വേണം, ജോലി വേണം, ഭൗതിക ആവശ്യങ്ങളൊക്കെ ആളുകൾ പറയും. മതപരമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവും. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചരിത്രം നമുക്കറിയാം. എത്രയോ പ്രതിസന്ധികൾ തരണം ചെയ്ത പ്രവാചകൻ, സ്വന്തം നാട് വിട്ട് ഹിജറ പോയി. അതുപോലെ തന്നെ രോഗങ്ങളുണ്ടായി, പ്രതിസന്ധികളുണ്ടായി. ആ പ്രാർത്ഥന വിനിയോഗിച്ചോ? വിനിയോഗിച്ചിട്ടില്ല. നമ്മളോടുള്ള സ്നേഹം കൊണ്ട് നമുക്ക് മാറ്റിവെച്ചിരിക്കുന്നു. എന്നിട്ട് പറയാണ്, മൻ മാത മിൻ ഉമ്മത്തി ലാ യുശ്രികു ബില്ലാഹി ശൈഅൻ. എൻ്റെ ഉമ്മത്തിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം, എൻ്റെ ഉമ്മത്തിൽ ആര് ശിർക്ക് ചെയ്യാതെ മരണപ്പെട്ടുവോ, മുഅ്മിനായി മുവഹിദായി ആരും മരണപ്പെട്ടുവോ, മറ്റു ചെറിയ തിന്മകളൊക്കെ അബദ്ധവശാൽ സംഭവിച്ചാണെങ്കിലും സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ശിർക്കില്ലാതെ ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ അവനെ റബ്ബേ നീ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ നാളെ പരലോകത്തേക്ക് വേണ്ടി ഞാൻ ആ പ്രാർത്ഥന എടുത്തു വെച്ചിരിക്കുന്നു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അള്ളാഹു ഉത്തരം കൊടുക്കുമെന്നതും ഉറപ്പാണ്. അവിടെ വേണ്ട ഒരു കണ്ടീഷൻ, നമ്മൾ മുവഹിദാകണമെന്ന് മാത്രമേ ഉള്ളൂ. അടിയുറച്ച ഇസ്തിഖാമത്തും ഈമാനും തവക്കുലും നമുക്ക് വേണം. മറ്റുള്ള ചെറിയ തിന്മകൾക്കൊക്കെ ശിക്ഷ ആസ്വദിപ്പിച്ചിട്ടുണ്ടെങ്കിലും അവസാനം ആ മനുഷ്യനെ റബ്ബ് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും.
അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രമാണ്. അതിൽ അദ്ദേഹം അനുഭവിക്കുന്ന കാര്യങ്ങളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് ഈ സുദീർഘമായ ഹദീസിലൂടെ വിശദീകരിച്ചു കൊടുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഠോരമായ നരകശിക്ഷയിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബത്തെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. അനുഗ്രഹങ്ങളുടെ കലവറയായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന യഥാർത്ഥ മുവഹിദീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നാം അനുഷ്ഠിക്കുന്ന മുഴുവൻ സൽക്രമങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ശമനം നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുണ്ട്, അള്ളാഹു അവർക്ക് റഹ്മത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഹി മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ ഇസ്ദിൽ ഇസ്ലാമ വൽ മുസ്ലിമൂൻ وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم ادخلنا الجنة. اللهم أجرنا وأجر والدينا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.